ജോലിഭാരം കുറയ്ക്കുകയും വേതന വർധനവ് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് റെയിൽവേ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ DRM ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, NPS, UPS എന്നിവ ഒഴിവാക്കി OPS നടപ്പിലാക്കുക, ട്രെയിനിംഗ് സമയം ദീർഘിപ്പിക്കുക, വിശ്രമ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുക, വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. ധർണയ്ക്ക് വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, സെക്രട്ടറി KC ജെയിംസ്, RG പിള്ള എന്നിവർ നേതൃത്വം നൽകി. ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് ഒരു ട്രെയിൻ വണ്ടി ഓട്ടുമ്പോൾ അത് എക്സീഡിങ് അവേഴ്സ് ആയാൽ തീർച്ചയായിട്ടും ആ ലോക്കോ പൈലറ്റ് അവശനാവും, അവൻ്റെ റിഫ്ലക്സ് ആക്ഷൻ കുറയും, അല്ലെങ്കിൽ അവൻ്റെ കണ്ണടഞ്ഞു പോകും വണ്ടി ഓട്ടുമ്പോൾ, അതായത് അവൻ ക്ഷീണിതനാവും. ഈ ക്ഷീണിതനാവാതിരിക്കാനാണ് ഈ വർക്കിംഗ് അവേഴ്സ് കൂട്ടരുതെന്ന് എല്ലാ സേഫ്റ്റി കമ്മിറ്റികളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റെയിൽവേ സംബന്ധിച്ച് ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ആൾ വേണം. ഏകദേശം 20,000-ലധികം ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവാണ് ഇന്ത്യൻ റെയിൽവേയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഞങ്ങളുടെ ലീവും ഞങ്ങളുടെ റെസ്റ്റും എല്ലാം കട്ട് ചെയ്ത് ഞങ്ങളെ അങ്ങോട്ട് ക്രൂരമായി പണിഷ് ചെയ്ത് നിർബന്ധിച്ച് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇതൊക്കെ ഈ മാനുഷിക പിശക് സംഭവിക്കാനുള്ളൊരു കാരണങ്ങളാണ്. അതുപോലെ തന്നെ 2 നൈറ്റ് കൂടുതൽ വർക്ക് ചെയ്യരുത്. 2 നൈറ്റ് കൂടുതൽ വർക്ക് ചെയ്ത് 3ാമത്തെ നൈറ്റ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ആക്സിഡൻറ്റ് അവിടെ വരും. 3ാമത്തെ നൈറ്റ് ആ ലോക്കോ പൈലറ്റിൻ്റെ കണ്ണ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് സേഫ്റ്റി കമ്മീഷനൊക്കെ വളരെ പ്രൂവ്ഡ് ആണ് കാര്യം. പക്ഷെ അത് വേണമെന്നാണ് ഞങ്ങളുടെ ഒരു മെയിൻ ഡിമാൻഡ്. ഇപ്പോൾ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞു, ഡ്യൂട്ടി അവേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗുഡ്സ് ട്രെയിനൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് തിരിച്ചെത്താനായിട്ട്, ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടറിൽ തിരിച്ചെത്താനായിട്ട് 36 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു മെയിൻ ഡിമാൻഡല്ലേ. ഞങ്ങൾക്കൊരു കുടുംബം വേണ്ടേ?